ഇന്നത്തെ കുട്ടികൾക്ക് ട്യൂഷന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ മടിയാണ്. കാരണം ട്യൂഷന് പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുക. സ്കൂളിലേക്കാണെങ്കിൽ യൂണിഫോം ഇടണം. അപ്പോൾ അത് അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി അവർ തിരിച്ചറിയും, അല്ലെങ്കിൽ മറ്റുള്ളവർ തിരിച്ചറിയുന്ന അവർക്ക് പേടിയാണ്. ഈ ട്യൂഷൻ്റെ പേരിൽ ചില കുട്ടികൾ, എല്ലാവരും നമ്മൾ പറയുന്നില്ല, ചില മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ഹിഡനായിട്ട് അവർ എവിടെയെങ്കിലും പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയില്ല, പേരൻസ് അറിയില്ല. ചില പേരൻസിന് അതറിയാം. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് നമ്മളെ ഫോൺ നമ്പർ വാങ്ങിക്കും. അവരത് അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റ് നമ്മൾ വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കൊടുത്ത ഫോൺ നമ്പർ നമ്മൾ പേരൻസിൻ്റെ കയ്യിലുള്ളത് തന്നെ ആവണം. ചില കുട്ടികൾ എന്ത് ചെയ്യും, ആ നമ്പറായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ കുട്ടി വന്നില്ല എന്നുള്ള ഇൻഫോം ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കറക്റ്റ് തരും. ആ സമയത്ത് പക്ഷേ പേരൻസിൻ്റെ കയ്യിലല്ലല്ലോ ഫോണുള്ളത്, കുട്ടിയാണിത് കാണുന്നത്. അപ്പോൾ പാവം പേരൻസ് എന്ത് വിചാരിക്കും, ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് നമ്മളെ കുട്ടീനെ നമ്മളവിടെ പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, അവൾ പഠിക്കുകയാണ്, വൈകുന്നേരം വരുന്നത് അവിടെ നിന്നാണ്. പേരൻസ് അതാ വിചാരിക്കുന്നത്. പക്ഷെ കുട്ടി അതിൻ്റെ മറവിൽ ഈ ഒരു ഫോൺ കുട്ടീൻ്റെ കയ്യിലായതിനെ കൊണ്ട് തന്നെ പലതരത്തിലേക്കും തെറ്റുകളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കുട്ടിയെ കുറ്റം പറയല്ല, ചെറിയ മക്കളാണ്. അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലോകം തന്നെ കളറാണ്. ആ കളറിൽ അവർക്ക് വേണ്ട ക്യാഷ് ഇതൊക്കെ കിട്ടണമെങ്കിൽ ആ ഒരു ലോകത്ത് അവർ എൻഗേജ് ആക്കാൻ ഇന്നത്തെ ലോകത്ത് പല സാധനങ്ങളുണ്ട്. കുട്ടികളെ മയക്കാൻ പറ്റുന്ന പലതും ഉണ്ട്. അപ്പം അതിലൊന്നും നമ്മളെ മക്കൾ പെടാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഫോൺ നമ്പർ, അതുപോലെ തന്നെ അത് നമ്മളെ കയ്യിൽ, പാരൻസിന് എപ്പോഴും നമ്മളെ പാരൻസ് അതിൽ അലേർട്ടായിരിക്കണം. അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം, മക്കൾ അവിടെ ഉണ്ടോ, എന്താ അവസ്ഥ, കുട്ടികളെ പഠിക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയും, കുട്ടി ഇന്ന് ഇവിടെ എത്തിയില്ലല്ലോ, അല്ലെ കുട്ടി ഇത്ര ദിവസം ഇവിടെ ലീവായിരുന്നല്ലോ. ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പം നമുക്ക് എപ്പോഴും ട്യൂഷനിലേക്ക് വിടുന്നത്, ഇപ്പോൾ സ്കൂളിലാണ് നമുക്ക് പേടിക്കാനില്ല, അത്ര തന്നെ പേടിക്കാനില്ല. കാരണം ആ യൂണിഫോം ഇട്ട് കുട്ടിക്കൊരു പരിധിയുണ്ട്. എത്രത്തോളം പോയാലും ആ യൂണിഫോം അഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുന്ന ഒരു സമയം എന്തായാലും ആർക്കാലും പിടിക്കാൻ പറ്റും. പക്ഷേ ട്യൂഷൻ അതല്ല, കുട്ടി കയറിയ ബസ് നേരെ അങ്ങോട്ട് കയറിയാൽ മതി, അറിയൂലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കുട്ടിയെ നന്നായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ കുട്ടിയെ നോക്കുന്നുണ്ട്, അല്ലെ കുട്ടിക്ക് പിന്നാലെ നമ്മളുണ്ട് എന്ന് കുട്ടിക്കൊരു ബോധ്യം വന്നാൽ മതി. അതുണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും കുട്ടിക്കൊരു തെറ്റിലും പോകണം തോന്നില്ല. കുട്ടി എന്തായാലും രാവിലെ പോകുന്നു, വൈകുന്നേരം വീട്ടിലെത്തുന്നു, ഇത് കറക്റ്റ് ഫോളോ കുട്ടി ചെയ്തോളും. അപ്പം നമ്മൾ രക്ഷിതാക്കൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് അലേർട്ടായിട്ടിരിക്കണം.